ട്രിവാൻഡ്രം മുതൽ ലോകമാന്യ തിലക് വരെയുള്ള നേത്രാവതി എക്സ്പ്രസ്സിലാണ് എൻ്റെ ആദ്യ മുംബൈ യാത്ര. രാവിലെ കൃത്യം 8:45 തന്നെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 9:15 പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 163-46 നേത്രാവതി എക്സ്പ്രസ്സാണ് ലക്ഷ്യം. ഇൻഫർമേഷൻ ബോർഡിൽ കൃത്യസമയം തന്നെയാണ് കാണിക്കുന്നത്. പ്ലാറ്റ്ഫോം 3-ലാണ് ട്രെയിൻ വരുന്നത്. ട്രിവാൻഡ്രം മുംബൈ റൂട്ടിൽ ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനാണ് നേത്രാവതി. കൊങ്കൺ റെയിൽവേ പാത വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. കേരളത്തിൽ നിന്ന് മുംബൈയിലേക്കുള്ള എളുപ്പ വഴിയാണിത്. ആലപ്പുഴ, എറണാകുളം, ബൈന്ദൂർ മൂകാംബിക, ഗോവ തുടങ്ങിയ വിനോദസഞ്ചാര തീർത്ഥാടന പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വഴിയാണ് ഈ ട്രെയിൻ യാത്ര. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് ആശ്രയിക്കാവുന്ന ഒരു ട്രെയിൻ കൂടിയാണ് നേത്രാവതി. 5 പേരടങ്ങുന്ന കസിൻസിൻ്റെ ഒരു സംഘമായാണ് ഞങ്ങളുടെ മുംബൈ യാത്ര. ട്രെയിൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടങ്ങി. ഏകദേശം 32 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്ര. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. എന്തൊക്കെ പുതിയ അനുഭവങ്ങളാകും ഈ മുംബൈ യാത്ര സമ്മാനിക്കുക എന്നാലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഇതിനിടയിൽ ട്രെയിൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ കടന്നു. മുംബൈ, ഇന്ത്യയുടെ മാസ്മരിക നഗരം, എല്ലാം തികഞ്ഞ നഗരം എന്ന് വേണമെങ്കിൽ മുംബൈയെ വിശേഷിപ്പിക്കാം. 1,30,00,000-ലധികം ആളുകൾ വസിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതും ഏറ്റവും ജനസാന്ദ്രതയുമുള്ളതുമായ നഗരമാണ് മുംബൈ. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം, ഒരിക്കലും ഉറങ്ങാത്ത നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളുണ്ട് മുംബൈക്ക്. മുംബൈ തുറമുഖത്തിലൂടെയാണ് ഇന്ത്യയിലെ 50% ചരക്ക് ഗതാഗതവും നടക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയും പല ഇന്ത്യൻ കമ്പനികളുടെ കോർപ്പറേറ്റ് ആസ്ഥാന മന്ദിരങ്ങളും മുംബൈയിലാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായമായ ബോളിവുഡും മുംബൈയിലാണ്. ട്രെയിൻ വടകര സ്റ്റേഷനിൽ എത്തി. സമയം ഏകദേശം 6:30 കഴിഞ്ഞു. ഇനിയും ഏകദേശം 4.5 മണിക്കൂർ സമയമെടുക്കും ട്രെയിൻ കേരള അതിർത്തി കടക്കാൻ. ഇതിനിടയിൽ വിശന്ന് കുടലുകരിഞ്ഞ എൻ്റെ കസിൻ സുമിച്ചേച്ചി വടകരയിൽ നിന്നും വാങ്ങിയ കിണ്ണത്തപ്പം പൊട്ടിച്ച് അകത്താക്കാനുള്ള ശ്രമത്തിലാണ്. സമയം ഏതാണ്ട് 11 മണിയോട് അടുപ്പിച്ചായി. ട്രെയിൻ മംഗലാപുരം ജംഗ്ഷൻ കഴിഞ്ഞു. ഞാൻ രാത്രി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. നേരം വെളുത്ത് കാണുന്ന ആദ്യത്തെ കാഴ്ച സുമിച്ചേച്ചിയുടെ ഭർത്താവ് കണ്ണൻ ചേട്ടൻ്റെ അനന്തശയനം കിടത്തമാണ്. മൊബൈലിൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വാർത്ത കേൾക്കാൻ പറ്റാത്തതിൻ്റെ ദുഃഖത്തിൽ ഉറങ്ങുകയാണ് പാവം. എങ്ങാനും റേഞ്ച് വന്നാൽ ഉടനെ ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ തന്നെ മൊബൈൽ പിടിച്ചിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേയിൽ കൂടിയുള്ള ട്രെയിനിൻ്റെ യാത്ര തുടരുന്നു. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മംഗലാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 738 കിലോമീറ്റർ റെയിൽ പാതയാണ് കൊങ്കൺ റെയിൽവേ. കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ പങ്കാളികളാണ്. കേരളം, മംഗലാപുരം, ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രാ ദൂരം ഗണ്യമായി കുറയ്ക്കാൻ കൊങ്കൺ റെയിൽവേക്കായി.
91 തുരങ്കങ്ങളും 1858 പാലങ്ങളും കൊങ്കൺ പാതയിലുണ്ട്. 6.5 കിലോമീറ്റർ നീളമുള്ള കർബുഡെ തുരങ്കമാണ് കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. നവി മുംബൈയിലെ ഭേലാപൂർ ഭവനാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. കേരളത്തിൽ നിന്നുള്ള രാജധാനി, തുരന്തോ, നേത്രാവതി, മംഗള ലക്ഷദ്വീപ്, സമ്പർക്ക് ക്രാന്തി, മുരുസാഗർ തുടങ്ങിയ ട്രെയിനുകൾ കൊങ്കൺ റെയിൽവേ വഴിയാണ് ഓടുന്നത്. ട്രെയിൻ താനെ റെയിൽവേ സ്റ്റേഷനിൽ കൂടി കടന്നു പോവുകയാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് താനെ റെയിൽവേ സ്റ്റേഷൻ. 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് നടത്തുന്നത്. മുംബൈയിലെ CST മുതൽ താനെ വരെയുള്ള 34 കിലോമീറ്റർ ആയിരുന്നു ആ യാത്ര. ഒടുവിൽ ഞങ്ങൾ ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഏകദേശം 20 കിലോമീറ്ററോളം ദൂരമുണ്ട് ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന ഗ്രാൻഡ് റോഡിലെ ഹോട്ടലിലേക്ക്. വളരെ പഴയ കെട്ടിടങ്ങളാണ് റോഡിൻ്റെ ഇരുവശത്തും കാണാൻ സാധിക്കുന്നത്. മുംബൈയിൽ കൂടുതലും ടാക്സിയായി ഓടുന്നത് ഹുണ്ടായ് സാൻട്രോയും മാരുതിയുടെ ഒമിനിയുമാണ്. അങ്ങനെ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിന് മുന്നിലെത്തി. ഇനി അടുത്ത കാഴ്ചകൾ നാളെ കാണാം.